ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചക്കായ കൊണ്ടുള്ള ഒരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം പച്ചക്കായ നല്ല വൃത്തിയായിട്ട് കഴുകി മാറ്റി വെക്കുക. ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓൺ കൊടുക്കുന്നത്, അതിൻ്റെ കുറേ പോരായ്മകൾ എൻ്റെ വീഡിയോസിലുണ്ടാവും, ക്ഷമിക്കുക. ശേഷം നമ്മൾ മാറ്റി വെച്ച പച്ചക്കായയിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 വിസിൽ വന്നതിന് ശേഷം 3 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. ശേഷം അതിലേക്ക് ആവശ്യമായ തേങ്ങ ചെരുകുന്നുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങളുടെ വീട്ടിൽ ആളുകൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളുള്ളിയും പെരുംജീരകവും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനത് കഞ്ഞിക്കാണ് കേട്ടോ കൂട്ടിയത്. കഞ്ഞിക്കൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. കഞ്ഞിക്ക് മാത്രമല്ല, ചോറിനൊക്കെ, ബാക്കിയുള്ള ഞാൻ ചോറിന് ഉച്ചക്ക് കൂട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഭയങ്കര സന്തോഷം. നമ്മളെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ, എൻ്റെ മോള് ഭയങ്കര മടിയാണ് കഞ്ഞി കുടിക്കാൻ. ഇന്ന് ഫസ്റ്റൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ അവൾ. പക്ഷെ ഇന്ന് ഇത് കൂട്ടിയിട്ട് ആ കഞ്ഞിയിലേക്ക് ആ കറിയൊക്കെ കലക്കി നല്ല സ്മാർട്ടായി ഉഷാറിൽ കുടിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഭയങ്കര സന്തോഷമാണ് കണ്ടിട്ട്. അങ്ങനെയാണല്ലോ നമ്മളെ മക്കൾ ഭക്ഷണം കഴിക്കണ കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം. അമ്മ കുടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാനും എടുത്ത് കുടിച്ചിട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കറി, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ, ടാറ്റാ.